നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ലെജൻഡുമാരുടെ മക്കൾ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത് പുത്തരിയൊന്നുമല്ല. നേരത്തെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, തിയാഗോ അൽക്കാൻട്ര അദ്ദേഹം കളിച്ചത് സ്പെയിനിന് വേണ്ടിയിട്ടായിരുന്നു. ബ്രസീലിയൻ താരം മസീഞ്ഞോയുടെ മകനാണ്. അതായത് വേൾഡ് കപ്പ് നേടിയ 1994 വേൾഡ് കപ്പ് നേടിയ ടീമിലെ താരത്തിൻ്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റാഫീഞ്ഞ അൽക്കാൻട്ര പക്ഷേ കളിച്ചത് ബ്രസീലിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ്. ഇപ്പോഴിതാ തിയാഗോ സിൽവയുടെ മകൻ ഇയാഗോ സിൽവ ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ-15 സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ അവരുടെ ക്യാമ്പിലേക്ക് വിളിച്ച് ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. 15 വയസ്സുകാരുടെ അണ്ടർ-15 ടീമിലേക്കാണ് പയനെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിയാഗോ സിൽവയുടെ കുടുംബം നമുക്കറിയാമല്ലോ. അവർ നീണ്ടകാലം ഫ്രാൻസിൽ പാരീസിൽ PSG-ക്കൊപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കരിയറിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ചെൽസിയിലേക്ക് ചേക്കേറിയത്. പക്ഷെ അവിടെ അദ്ദേഹം വേരുറപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടം വിട്ട് ഫ്ലുമിനൻസിലാണ് തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടം കളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി ലണ്ടനിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ചെൽസിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അയാക്സിനെതിരെയുള്ള മത്സരത്തിനുള്ള ചെൽസിയുടെ സ്ക്വാഡിൽ അക്കാഡമി പ്ലെയേഴ്സിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ തിയാഗോ സിൽവയുടെ മകൻ ഇസാഗോ സിൽവയുണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന താരമാണ് 16-കാരനായിട്ടുള്ള ഇസാഗോ സിൽവ. ഇപ്പോഴിതാ മറ്റൊരു മകൻ ഇയാഗോ സിൽവ, അവൻ ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന പയ്യനാണ്. അണ്ടർ-15 ടീമിൽ അവരിതാ ഇംഗ്ലണ്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അവൻ പക്ഷേ ചേട്ടനെ പോലെ ലെഫ്റ്റ് ബാക്കൊന്നുമല്ല, അച്ഛനെ പോലെ പിതാവിനെ പോലെ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നവനാണ് ഇയാഗോ സിൽവ. ഏതായാലും ഈ ഫാമിലി ഓൺലി ടോപ്പ് ബോളേഴ്സ് ഇൻ ദെയർ ഫാമിലി എന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് തിയാഗോ സിൽവയുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അണ്ടർ-15 ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചാലും വേണമെങ്കിൽ ഭാവിയിൽ സീനിയർ കരിയറൊക്കെ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് ബ്രസീൽ ടീമിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അത് ചെയ്യുമോ അതല്ല യൂറോപ്പിൽ തന്നെ തുടരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.